അപ്പോൾ ഹലോ എവ്രി വൺ, നമ്മൾ ഇന്ന് ഇരിക്കുന്നത് ജെന്നിഫറിന്റെ വീട്ടിലാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എക്സാമിനറിന്റെ പേജ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, യൂട്യൂബ് ഫോളോ ചെയ്യുന്നുണ്ട് അറിയാം. ജെന്നിഫർ എന്ന് പറഞ്ഞാൽ +1 സയൻസിൽ ഫുൾ മാർക്ക് മേടിച്ചതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് എന്ന 4 സബ്ജക്ട്സിൽ 1 മാർക്ക് പോലും പോകാണ്ട് ഫുൾ മാർക്ക് മേടിച്ചിട്ടുണ്ട് ജെന്നിഫർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ജെന്നിഫർ എങ്ങനെയാണ് ഫുൾ മാർക്ക് മേടിച്ചത്, എന്താണ് അതിന്റെ സീക്രട്ട്, അതിന്റെ എക്സാമിനർ എങ്ങനെയാണ് അതിനെ ഹെൽപ്പ് ചെയ്തത്, കുറെ കാര്യങ്ങളുണ്ടാവും. പിന്നെ സ്റ്റഡി ടിപ്സും എത്ര മണിക്കൂർ പഠിക്കുന്നതൊക്കെ അറിയാനുണ്ടാവും. അപ്പൊ അതൊക്കെ ആയിട്ട് നമ്മളിതാ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നു, ഫുൾ കാണാം. ആൻഡ് നിങ്ങൾക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു അടിപൊളി സർപ്രൈസ് ഉണ്ട്, ജെന്നിഫറിന്റെ അനിയത്തിയും ഈ യൂക്കുലേലൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പം മൊത്തം വീഡിയോ കാണാം ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. May this be useful to all you +1 and +2 students. ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് ജെന്നിഫർ ആണ്. ആക്ച്വലി നേരെ തിരിച്ചാണ്, ഞങ്ങൾ ജെന്നിഫറിന്റെ കൂടെയാണുള്ളത്, ജെന്നിഫറിന്റെ വീട്ടില്. അപ്പം ജെന്നിഫർ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജെന്നിഫറിന്റെ അച്ചീവ്മെന്റും എല്ലാവർക്കും അറിയാം. ജെന്നിഫറിന് +1 പബ്ലിക് എക്സാമിനേഷനിൽ സയൻസിൽ ഫുൾ മാർക്സ് ആണ് വാങ്ങിച്ചത്. അത് 320 വാങ്ങിച്ചു, ഫുൾ മാർക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. അത് ഓരോ ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും കമ്പ്യൂട്ടർ സയൻസിലും 1 മാർക്ക് പോലും പോകാതാണ് ഈ ഒരു പരീക്ഷ എഴുതിയെടുത്തത്. അപ്പൊ അത് വേറെ തന്നെ ലെവൽ അച്ചീവ്മെന്റ് ആണ്. അപ്പൊ അത് എങ്ങനെയാണ് നേടിയെടുത്തതും അതിന്റെ ട്രിക്സും ടിപ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. റെഡി? അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ചോദിക്കുന്ന പോലെ ഇത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പം എക്സ്പെക്ട് ചെയ്യാണ്ട് ഇത് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി. ഓക്കെ, ജെന്നിഫറിന് മാത്രമാണോ? അനിയത്തി ഇവിടെ ഉണ്ട്, ഹന്ന അല്ലേ? ഹന്നയ്ക്ക് സന്തോഷമായോ? പാരന്റ്സിനും ഫാമിലിയും ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, ശരി. സ്കൂളില് സ്റ്റാർ ആയോ? കുറെ പേർക്കുണ്ട്, എന്നാലും നല്ല മാർക്ക് മേടിച്ച് ക്ലാസ്സിലൊക്കെ ഫുൾ. ശരി ശരി. എക്സാമിനർ എങ്ങനെയാണ് ജെന്നിഫറിനെ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു ജേർണിയിൽ? ഞാൻ അഗ്നി ബാച്ചിൽ ഉണ്ടായിരുന്നില്ല, ഞാൻ അഗ്നി റീലോഡറിലാണ് ജോയിൻ ചെയ്തത്. ഞാൻ അതിനു മുന്നേ തന്നെ എനിക്കൊന്നും അങ്ങനെ വല്ലാണ്ടൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഫുള്ള് പേടിച്ചിട്ടൊക്കെ ആയിരുന്നു. ഈ ടെക്സ്റ്റ് ബുക്കൊക്കെ തുറക്കുമ്പോൾ തന്നെ ഫുള്ള് എന്തൊക്കെയോ പോലെയാണ്. പിന്നെ ഞാൻ അഗ്നി റീലോഡിൽ ചേർന്നുണ്ട്. അപ്പോഴാണ് എനിക്കൊരു ഈ പഠിക്കേണ്ട ആ ഒരു ട്രാക്കിലേക്ക് ഞാൻ വന്നതും പിന്നെ പഠിക്കാനൊക്കെ പറ്റിയതും. അപ്പം ഞാൻ രാവിലെയൊക്കെ എഴുന്നേറ്റിരുന്ന് ക്ലാസ് കാണും, രാത്രി ഇരുന്ന് ക്ലാസ് കാണും. അങ്ങനെയൊക്കെ ഞാൻ രാവിലെ എഴുന്നേറ്റ് അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പം എക്സാമിന് പിന്നെ ഞാൻ യൂട്യൂബിൽ ക്ലാസ് കാണും, ഈ എക്സാമിന്റെ തലേ ദിവസമുള്ള ക്ലാസ് അതും കാണും. പിന്നെ എക്സാമിന്റെ മുന്നേ രാവിലെ ഉണ്ടാകുന്ന ലാസ്റ്റ് മിനിറ്റ് അതൊക്കെ കണ്ടിട്ടായിരുന്നു ഞാൻ എക്സാമിന് പോയത്. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എക്സാമിന്. അപ്പോൾ എങ്ങനെയാണ് ജെന്നിഫർ എക്സാമിനർ എന്നുള്ള സംഭവം കണ്ടുപിടിച്ചത്? ഞാന് 10ാം ക്ലാസ് മുതൽ കാണുന്നുണ്ട്. 10ാം ക്ലാസ്സിലെ എക്സാമിന്റെ സമയത്ത് ഫിസിക്സ് ആണെന്ന് തോന്നുന്നു, ഫിസിക്സിലെ എക്സാമിന്റെ സമയത്ത് സാറിന്റെ ക്ലാസ് ആണ് ആദ്യം കണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ SSLC എക്സാം ഫുള്ള് എക്സാമിനർ കണ്ടു. പിന്നെ ഞാൻ +1 തുടങ്ങിയപ്പം എക്സാമിനറിന്റെ ക്ലാസ് യൂട്യൂബിൽ തുടങ്ങാൻ വേണ്ടി ഞാൻ ആദ്യം വെയിറ്റ് ചെയ്ത്. പിന്നെ ഈ അഗ്നി റീലോഡിന്റെ കാര്യം അറിഞ്ഞപ്പം പിന്നെ അതിൽ ജോയിൻ ചെയ്തത്. അപ്പൊ ഞാൻ ചോദിക്കാൻ എനിക്ക് ചെറിയ സംശയമുണ്ട്, അലക്സ് സാർ തന്നെയാണോ എന്ന്. പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഫേവറേറ്റ് ഫാക്കൽറ്റി ആരാ? സത്യം പറഞ്ഞോ? ഞങ്ങൾക്ക് ആർക്കും വിഷമാവില്ല. അപ്പൊ ഞങ്ങൾ രണ്ടാളും അല്ല അല്ലെ, വേറെ ആരുമാണ്? അന്ന പറഞ്ഞു, അന്നയ്ക്കറിയോ സത്യം ആരാണ് ചേച്ചിന്റെ ഫേവറേറ്റ് ഫാക്കൽറ്റി? അറിയില്ല. അന്നയ്ക്ക് ആരാണ് ഫേവറേറ്റ്? അത് ശരിയല്ലോ, ഞങ്ങൾ ട്രോഫിയൊക്കെ തിരിച്ച് എടുക്കട്ടെ. അങ്ങനെയാണ് ചേച്ചിക്കും മനു മിസ് ആയിരിക്കും അല്ലേ? അതാണ് സീക്രട്ട് ഞങ്ങളോട് പറയാത്തത്. ഓക്കെ. അപ്പം റിവിഷനിൽ പഠിച്ച അഗ്നി റീലോഡിലാന്ന് പറഞ്ഞു. അപ്പം റിവിഷനിൽ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഫൈനൽ എക്സാം നമ്മൾ എക്സ്പെക്ട് ചെയ്ത ടൈം? റീലോഡറിൽ ലാസ്റ്റ് ക്ലാസിന്റെ ഇടയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് കുറെ വന്നിരുന്നു. ഫിസിക്സ് ഒക്കെ കുറെയൊക്കെ വന്നിരുന്നു. റീലോഡർ ഷൈനി സാറിന്റെ ക്ലാസ്സിന്റെ ഇടയിലൊക്കെ വന്നിരുന്നു കുറെ ക്വസ്റ്റ്യൻസ് ഇതിന് വന്നിരുന്നു. ഓക്കെ. അപ്പൊ ഈ ഓൺലൈൻ ക്ലാസ് അല്ലേ, അപ്പം ഇതൊരു പുതിയൊരു കാര്യമാണ്. പുതിയ കാര്യം എന്ന് പറഞ്ഞാൽ കോവിഡ് സമയത്ത് തുടങ്ങിയതാണ്. അപ്പൊ പലർക്കും ഓൺലൈൻ ക്ലാസ് കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്, വീട്ടിലേക്ക് ഇരുന്ന് കാണാം. പക്ഷെ എങ്കിലും ഈ ഓൺലൈൻ ക്ലാസ് എങ്ങനെ കാണണം, കാരണം ടീച്ചർ ഇല്ലല്ലോ, ഒരു കാര്യത്തിലൊരു ബുദ്ധിമുട്ട് ചിലർക്ക് തോന്നാം അല്ലെ ചിന്തിക്കുമെങ്കിലും. എങ്ങനെ ജെന്നിഫറിനാണ് തോന്നിയത് ഓൺലൈൻ ക്ലാസ് കാണാനും അതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് ആ ബുദ്ധിമുട്ട് തരണം ചെയ്തത്? ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ
എക്സാമിന് നല്ല എനർജി ഉള്ള ടീച്ചേഴ്സ് അല്ലേ, അപ്പൊ നമുക്ക് ബോറടിക്കൊന്നുമില്ല. എനർജി ഉള്ളതുകൊണ്ട് നല്ല പവറിലുള്ള ക്ലാസ് ഒക്കെ എടുക്കാം, അങ്ങനെ ബോറടിക്കലൊന്നുമില്ല. ഇരുന്ന് ക്ലാസ് കാണും. ഓക്കെ, ഇരുന്ന് കാണും, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇപ്പം ഓൺലൈൻ ക്ലാസ് ആകുമ്പോഴേ ഇപ്പം ഞാൻ ആലോചിക്കലുണ്ട്, പണ്ടും അല്ല ഇപ്പോഴും ആലോചിക്കലുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ക്ലാസ് ഞങ്ങൾ തരുന്ന സമയത്ത് ലൈവ് ആയിക്കോട്ടെ റെക്കോർഡർ ആയിക്കോട്ടെ ആരും നോക്കാനും പറയാനും ഇല്ല. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിൽ അവിടെ ഇരിക്കും എന്ന് പറഞ്ഞ് ഇരുതാം. പക്ഷെ ഇതങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇരിക്കുക, അവിടെ ഇരിക്കാൻ തോന്നുന്നത് എങ്ങനെയാണ്? ഇടയ്ക്ക് അമ്മയൊക്കെ ഇടയ്ക്ക് കൂടെ ഇരിക്കും ക്ലാസ്. സാറിന്റെ ഈ ഇൻട്രോ ഒക്കെ കാണാൻ അമ്മയൊക്കെ എപ്പോഴും വന്നിരിക്കും. തൂഫാൻ സീരീസിന്റെ ഒക്കെ ഇൻട്രോയ്ക്കൊക്കെ അമ്മയൊക്കെ എപ്പോഴും വന്നിരിക്കാറുണ്ട്. ആ ഒരു പവർ കാണാൻ അമ്മയൊക്കെ ഇരിക്കും. അപ്പൊ അമ്മയൊക്കെ ഇങ്ങനെ പറയും നല്ല അങ്ങനെയാണ് ഇത്. ക്ലാസ്സിന്റെ ഇടയ്ക്കോ ഫിസിക്സിന്റെ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്, ജെന്നിഫറിന് ബോർ അടിക്കുകയാണ്, 2-3 മണിക്കൂറൊക്കെ ഉണ്ടാവും, അടുക്കുമല്ലോ. അവിടെ ഇരിക്കാൻ പറ്റുമോ? പറ്റൂലെങ്കിൽ ഞാൻ ചില സമയത്ത് ഞാൻ പിടിച്ചിരിക്കും. എക്സാമിന്റെ കാര്യം ഓർക്കുമ്പോ പിടിച്ചിരിക്കേണ്ടി വരും. അപ്പൊ ഞാൻ പിടിച്ചിരിക്കും. ചില സമയത്ത് ഒരു മടുപ്പൊക്കെ തോന്നുമ്പോ എഴുന്നേറ്റ് പോകലൊന്നുമില്ല, ക്ലാസ്സിൽ തന്നെ ഉണ്ടാവും. ചിലപ്പോ വേറെ വായിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ അവിടെ കാണുന്നുണ്ട് യൂക്കിലേലിന്റെ, അത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് പ്രയോഗിക്കാനുള്ള സാധനമാണ്. ജെന്നിഫർ പാട്ടും പാടും, ഹന്ന അനിയത്തിയും പാട്ട് പാടും, പിന്നെ ഗിറ്റാറും വായിക്കാറുണ്ട് ആൾക്കാര് അല്ലേ? ഓക്കെ, എന്നാലും ഇരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് കൂടുതലും നമ്മുടെ സ്വയം ഡിറ്റർമിനേഷന്റെ ഒരു ഫലമാണ് അല്ലേ? ഓക്കെ, അടിപൊളി. പിന്നെ ഈ പഠന രീതി എന്തായിരുന്നു? അതിൽ 2 കാര്യമാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, എത്ര സമയം പഠിക്കുമായിരുന്നു? പിന്നെ എങ്ങനെ പഠിക്കും? ഫസ്റ്റ് എത്ര സമയം പഠിക്കുമായിരുന്നു? അതിൽ ആവറേജ് ഒരു എക്സാമിന്റെ ഒരു 3 മാസം മുൻപ് അല്ല ഏകദേശം? ഞാൻ രാവിലെ ഇരുന്ന് പഠിക്കും. രാവിലെ ഏകദേശം എത്ര സമയം പഠിക്കും? ചില സമയം 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഒരു 7 മണിയൊക്കെ വരെ പഠിച്ച് പിന്നെ കിടന്നുറങ്ങും. എന്നിട്ട് അത്രയും നേരം പഠിക്കും. പിന്നെ രാവിലെ ഇരിക്കുമ്പോ രാത്രി ഇരിക്കാറില്ല. അല്ലാത്ത ദിവസം ഞാൻ രാത്രി ഒരു മണി, നേരത്തെ ഞാൻ 3 മണിയൊക്കെ വരെ ഇരിക്കുമായിരുന്നു. തുടങ്ങിയ സമയത്ത് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് ഒന്നും പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാനൊരു 1 മണിയൊക്കെ വരെ ഇരുന്ന് പഠിക്കും. അപ്പൊ രാവിലെ ലേറ്റ് ആയിട്ട് എണീക്കാം. അങ്ങനെ ഒരു അപ്പൊ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന സമയത്തല്ലേ? ഈ എക്സാമിന്റെ സമയത്താകുമ്പോ നമുക്ക് റിവിഷൻ ക്ലാസ് ആയിരുന്നു. അപ്പൊ ഞാൻ സ്കൂളിലേക്ക് അധികം പോയിട്ടുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഫുൾ ഈ ക്ലാസ്സുകൾ കണ്ടിട്ടാണ്. സ്കൂളിലേക്ക് ഞാൻ അങ്ങനെ അധികം പോയിട്ടില്ല, കുറച്ച് ക്ലാസ്സുകളിലൊക്കെ പോയിട്ടുള്ളൂ. ഡെയിലി ഒരു ആവറേജ് എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റും? ഡെയിലി ഒരു കുറച്ച് കൂട്ടി പറഞ്ഞു, അല്ലെങ്കിൽ ബാക്കി കാണുന്നവര് പഠിക്കില്ല. ഫുൾ മാർക്ക് ഇങ്ങനെ കിട്ടി ഇങ്ങനെ ശരിയാവില്ല. 5 മണിക്കൂർ 4-5 മണിക്കൂർ പഠിക്കാൻ പറ്റും. ഓക്കെ, അന്ന ഇതൊക്കെ സത്യമല്ലേ? പഠിക്കാറുണ്ട് ചേച്ചി? ഇങ്ങനെയൊക്കെ പഠിക്കുവോ? ആണോ? ക്ലാസ് കാണുന്ന ഇറങ്ങി പുറകെ പോകാറുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ, എങ്ങനെയാ പഠിക്കുക? പഠിക്കുന്നതിന്റെ ഒരു പ്രോസസ് എന്താ ചെയ്യാറ് പഠിക്കുന്ന സമയത്ത്? ക്ലാസ് കാണുമ്പോൾ അതിന്റെ കൂടെ തന്നെ നോട്ട്സ് എഴുതി പോയിട്ട്. ഓക്കെ, അപ്പൊ ക്ലാസ് കാണുമ്പോൾ നോട്ട് എഴുതും, സ്വന്തമായിട്ട് നോട്ട് എഴുതും. റെക്കോർഡർ ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്റെ ഇതിൽ തന്നെ ഞാൻ എഴുതും. അപ്പൊ കുറെ കുട്ടികൾ ചോദിക്കാറുണ്ട്, സാർ ഈ ക്ലാസ്സിലുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലുള്ള നോട്ട്സ് PDF ആയിട്ടൊക്കെ കിട്ടും, അപ്പൊ അത് യൂസ് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ സ്വന്തം നോട്ട്സ് ആണോ ഉപയോഗിക്കാറുള്ളത്? സ്വന്തം നോട്ട്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെ കുട്ടികളോട് ചോദിക്കും, നീറ്റിന് ക്ലാസ് എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻസും എഴുതണോ എന്ന് ചോദിക്കും. അപ്പൊ ക്വസ്റ്റ്യൻസ് എഴുതുമായിരുന്നു ജെന്നിഫർ? റെക്കോർഡറിന് എഴുതാൻ പറ്റും. മറ്റേതിന് ഞാൻ PDF വരുന്നവരെ വെയിറ്റ് ചെയ്യും. ക്വസ്റ്റ്യന്റെ സ്ഥലം വിട്ടിട്ട് ബാക്കി ചെയ്യും. എന്നിട്ട് PDF അത് വരുമ്പോ ഞാൻ എഴുതും, ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് എഴുതും. മറ്റേതിലല്ലാതെ കൂടെ തന്നെ എഴുതി പോലെ ഫുള്ള് ക്വസ്റ്റ്യൻസ് ഒക്കെ. ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു സ്വന്തം നോട്ട് ഉണ്ടാവും. എന്നിട്ട് നോട്ട് എഴുതിയിട്ട് പിന്നെ റിവിഷൻ സമയത്ത് അത് വെച്ചിട്ട് പഠിക്കും, അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യാതെ അത് വെച്ച് ചെയ്യും. അങ്ങനെ ചെയ്യാറുണ്ട്. എത്ര പഠിത്തം എത്ര റിവിഷൻ വന്നു ഏകദേശം? ഒരേ ഒരു രീതിയിൽ തന്നെയാണ്. അതൊരു ട്രാക്കിലേക്ക് ആയിട്ട് വരാൻ തന്നെ ആവുമ്പോഴത്തേക്ക് ഒരു സമയം ആയിട്ടുണ്ട്. പിന്നെ പഠിത്തം പിന്നെ റിവിഷൻ അങ്ങനെ തന്നെയായിരുന്നു. ജെന്നിഫർ ഇങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു, അപ്പൊ നാളെ ഫിസിക്സ് പഠിക്കുന്നു, ഫിസിക്സിന്റെ ക്ലാസ് കാണുന്നു, ഫിസിക്സ് റിവൈസ് ചെയ്യുന്നു, മറ്റന്നാൾ ഇത് ചെയ്യുന്നു, ഈ ചാപ്റ്റർ ചെയ്യുന്നു, അങ്ങനെ ഒരു പ്ലാനിലാണോ പോയത്? അല്ലെ തീർക്കാൻ നോക്കുക? എന്താ ചെയ്തത്? ചില ദിവസമൊക്കെ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും, ചില ദിവസമൊക്കെ പ്ലാൻ ചെയ്യും, ഇത് പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, ഈ ചാപ്റ്റർ പഠിക്കണം, പ്ലാൻ ചെയ്യും. കുറച്ച് ടഫുള്ള പാഠങ്ങളൊക്കെ പഠിക്കണം എന്ന് വിചാരിക്കും. ചില ദിവസം അതൊന്നും നടക്കൂല, അപ്പൊ അങ്ങനെ പഠിക്കും. ചില ദിവസം അങ്ങനെ പഠിച്ചു പോകും. അല്ലാത്ത ദിവസം ഇങ്ങനെ ഇന്ന ചാപ്റ്റർ തീർക്കണം എന്നുണ്ടെങ്കിൽ അത് തീർക്കും. അങ്ങനെ ഉണ്ടാവും. ജെന്നിഫർ പഠിച്ച സമയത്ത് എന്തൊക്കെയാണ് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തത്?
പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ പഠിത്തം തീരൂല, അല്ലെ സിലബസ് തീരൂല. ആൻഡ് എല്ലാ ക്ലാസ്സും ഇപ്പൊ നമുക്കിപ്പോ പെട്ടെന്ന് ഒരു ചാപ്റ്റർ നോക്കുമ്പോൾ ഫിസിക്സ് ആയിക്കോട്ടെ, പക്ഷെ മനസ്സിലാവണമെന്നില്ല. അപ്പൊ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് ജെന്നിഫർ ഫേസ് ചെയ്തത്? ചില ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ ഇതുവരെ കേൾക്കാത്ത ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് അത് ഇതുവരെ കേൾക്കാത്ത സാധനങ്ങളല്ലേ. അപ്പൊ അത് ഞാൻ ഒരു 5-6 പ്രാവശ്യം കണ്ടിട്ടുണ്ട് ആ ചാപ്റ്റേഴ്സ് ഒക്കെ. ആദ്യമൊന്നും കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവൂല. പിന്നെ അങ്ങനെ അതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ തീർക്കാൻ പറ്റുമെന്നുള്ള ഇതിന്റെ ഇടയിൽ തന്നെ സ്കൂളിൽ കുറെ എക്സാംസ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ എക്സാമിലൊന്നും എനിക്ക് ഒരു മാർക്കും ഇല്ല. അങ്ങനെ റിവീൽ ചെയ്യോ? അത് അങ്ങനെ പേപ്പർ അല്ല, അപ്പൊ എവിടുന്ന് എവിടെ മോശമായിരുന്നു? നല്ല മോശമായിരുന്നു. വീട്ടിൽ നിന്ന് ചീത്ത കേട്ടിട്ടുണ്ടോ? ചീത്തയൊന്നും കേട്ടില്ല, എനിക്ക് അറിയാം, ഞാൻ പഠിച്ചിട്ടില്ല എന്ന് അറിയാം. അപ്പൊ അതിന് അങ്ങനത്തെ ഇത് വന്നിട്ട് പിന്നെ ആ എക്സാമിന്റെ അതായിരുന്നു. അതിന് മാർക്ക് കിട്ടാണ്ടാവുമ്പോ ഒരു നല്ല പേടിയുണ്ട്, നല്ല ടെൻഷൻ ഉണ്ടാവും. എക്സാം ആകുമ്പോഴത്തേക്ക് ഇത് തീരുവോ, പഠിച്ച് തീരുവോ, ഇതെല്ലാം മനസ്സിലാവുമോ എന്നുള്ള ഒരു പേടി ഉണ്ടാവും. അതന്നെ. ഇപ്പൊ കുറെ കുട്ടികൾ പറയുന്ന ഒരു പ്രശ്നമാണ് ഈ പഠിക്കുന്നതിന്റെ ഇടയിൽ, പ്രത്യേകിച്ച് എക്സാം എക്സാമിന്റെ ഇടയിൽ നല്ല പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, നല്ല മാർക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഇടയ്ക്ക് മോട്ടിവേഷൻ പോകും. ഓക്കെ, പഠിക്കാനുള്ള മോട്ടിവേഷൻ ഇല്ല എന്ന് പറഞ്ഞ കമന്റ്സിലൊക്കെ കണ്ടിട്ടില്ലേ? എന്താ ചെയ്യാ? ജെന്നിഫർ പറ. ജെന്നിഫറിന് ചിലപ്പോൾ മോട്ടിവേഷൻ പോയിട്ടുണ്ടാവും അല്ലെ? അപ്പം എന്തുകൊണ്ടാണ് മോട്ടിവേഷൻ പോകുന്നത് പെട്ടെന്ന്? സൈക്കോളജി ഒക്കെ പഠിക്കാൻ പോകുന്ന ആളാണ്. സൈക്കോളജിയുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയും. എന്തുകൊണ്ടായിരിക്കും പേടി പറ്റൂല്ലാതില്ല? എങ്ങനെയാ അത് ഓവർകം ചെയ്തിട്ടുള്ളത്? ഞാൻ മോട്ടിവേഷൻ ഈ സംസാരിക്കുന്നതല്ല, അല്ലാത്ത നമ്മുടെ ഗോളിലേക്ക് എത്താനുള്ള അങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇരുന്ന് കാണും. അപ്പൊ കുറച്ചൊക്കെ ഒരു ഇത് വരും. എന്നിട്ട് അങ്ങനെ തന്നെ ഞാൻ എന്റെ ഇത് ഡിമോട്ടിവേറ്റഡ് ആവുമ്പോ സ്വയം. ഇനി മുതൽ യൂട്യൂബിൽ ചോദിക്കുന്നവരോട്, ബാച്ചിൽ ചോദിക്കുന്നവരോട് ജെന്നിഫർ കാണുന്ന പോലെ യൂട്യൂബിൽ പോയിട്ട് മോട്ടിവേഷൻ വീഡിയോ അടിച്ച് കാണാം, എന്നിട്ട് പരിപാടി സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞു മാർക്ക് പറഞ്ഞപ്പം ചീത്ത പറഞ്ഞില്ല, അമ്മ ചീത്ത പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഫാമിലി നല്ല സപ്പോർട്ടീവ് ആയിരുന്നു ഈ ഒരു പ്രോസസ്സിൽ? നല്ല സപ്പോർട്ടായിരുന്നു. ആദ്യം അഗ്നിയുടെ റീലോഡറിന്റെ ഇത് കണ്ടപ്പോ അമ്മ തന്നെയാ ചോദിച്ചത് ചേരുന്നുണ്ടോ. എന്നോട് അമ്മ ഇങ്ങോട്ടാ ചോദിച്ചത്, അഗ്നി റീലോഡറിന്റെ കാര്യം കണ്ടപ്പോ ചേരുന്നു എന്ന് അമ്മ ഇങ്ങോട്ട് ചോദിച്ചു. പിന്നെ ക്ലാസ് ഒക്കെ കാണുമ്പോ അമ്മ ഉണ്ടാവും, പിന്നെ ഇടയ്ക്ക് പപ്പയും വരും. പപ്പനെ ഈ ഇൻട്രോ ഒക്കെ കാണിക്കുമ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇൻട്രോയുടെ സാധനങ്ങളൊക്കെ. അപ്പൊ പിന്നെ മെന്റി കളിക്കുമ്പോ ഏറ്റവും കൂടുതൽ എന്നോട് അന്നേ ഉണ്ടാവാറ്. ഏറ്റവും കൂടുതൽ മെന്റി കളിക്കാൻ ഭയങ്കര ഉത്സാഹം. അപ്പൊ അമ്മയുടെ സെർച്ച് ചെയ്തിട്ട് മെന്റി കളിക്കാൻ അപ്പൊ അമ്മയുടെ ഫോൺ എടുത്ത് അവളും കൂടി കളിക്കും. രണ്ടുപേരും കൂടിയാണ് കളിക്കുന്നത്. ലീഡർ ബോർഡിൽ വന്നിട്ടുണ്ട്. ആള് നമ്മുടെ +1 എക്സാമിന്റെ മെന്റിലാണോ ടോപ്പ് അടിക്കുന്നത്? കൊള്ളാം, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഫാമിലി കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യാറ് ആണല്ലേ? അപ്പം ബുദ്ധിമുട്ട് വരുമ്പോഴോ? അപ്പോഴും അതൊരു നല്ലൊരു വലിയ കാര്യമാണ്. കാരണം മിക്ക സമയത്ത് അത് നടക്കാത്തപ്പോൾ തന്നെ ഭയങ്കര സ്ട്രെസ് വരും. അപ്പൊ അതുകൊണ്ടുള്ള സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടാവില്ല, പ്രഷർ ഉണ്ടായിട്ടുണ്ടാവില്ല ആക്ച്വലി. നന്നായി. പിന്നെ അവേഴ്സിനെ പറ്റി നമ്മൾ സംസാരിച്ചു, ഇതിനെ പറ്റി പഠിച്ചപ്പോൾ ഈ റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ മടുപ്പ് തോന്നുമോ? എനിക്ക് റെക്കോർഡ് ക്ലാസ് കാണാൻ ഇഷ്ടം. ലൈവിനെക്കാളും ഞാൻ റെക്കോർഡ്, അതാവുമ്പോ നോട്ട്സ് ഒക്കെ എഴുതാൻ കുറച്ചും കൂടി എളുപ്പമാണല്ലോ. അപ്പൊ പിന്നെ നമുക്ക് പഠിക്കാനൊക്കെ, അതുകൊണ്ട് റെക്കോർഡ് ക്ലാസ് ആണ് ഞാൻ കൂടുതൽ എനിക്ക് ഇഷ്ടം. ലൈവ് കാണും, എന്നാലും റെക്കോർഡർ ആണ് കുറച്ചും കൂടി. ഓക്കെ, അപ്പൊ ജെന്നിഫർ ഈ പഠിത്തം ഭയങ്കര പഠിത്തമൊക്കെയാണ് അല്ലേ? അതിനിടയിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യാ? ഞാൻ യുക്കുലേലെ വായിക്കും. നമ്മുടെ കയ്യിൽ യുക്കുലേലെ ഉണ്ട്, പിന്നെ പാട്ട് പാടും. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടും യുക്കുലേലയും പറ്റുമോ? ഇയാളും കൂട് നോക്കിയോ? കൊടുക്കോ. രണ്ടാളും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടുണ്ട്, ഗിറ്റാർ നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. പഠിത്തം മാത്രമല്ല ഇങ്ങനത്തെ പല കഴിവുകളും ഉണ്ട് അല്ലേ? അപ്പം ജെന്നിഫർ ഇങ്ങനെ ഇപ്പൊ യുക്കുലേലെ ഇല്ലായിരുന്നു വിചാരിക്കാം,
അങ്ങനത്തെ പണിയൊന്നും ഇല്ലായിരുന്നു, എക്സ്ട്രാ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ പഠിത്തം മാത്രമേ ഉള്ളൂ. ബുദ്ധിമുട്ടായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് എല്ലാവർക്കും ഉള്ള ഒരു ജനറലായൊരു ടിപ്പാണ്. നിങ്ങൾ പഠിത്തം മാത്രമേ നിങ്ങളുടെ ലൈഫിലുള്ളെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഫീൽ ചെയ്തില്ല. ബോർഡ് എക്സാം എല്ലാ സമയത്തും നമ്മൾ എന്തായിരുന്നു, ഞങ്ങൾ എന്തെങ്കിലും ഗിറ്റാറൊക്കെ വായിക്കും, എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടെത്തുക. ഓക്കെ, യൂക്കിലേല വേണമെന്നില്ല, പക്ഷെ എന്തെങ്കിലും. പിന്നെ എന്താണ് നമ്മുടെ ഇപ്പോൾ +1 ഇപ്പോൾ പഠിച്ചു തുടങ്ങിയ കുറേ സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അവർക്കുള്ള ഒരു ജനറൽ അഡ്വൈസ് എന്താണ് പഠിത്തത്തിന്റെ കാര്യത്തിൽ? ജെന്നിഫറിന്റെ എക്സ്പീരിയൻസ് അപ്പൊ അത് വെച്ചിട്ട് എന്താണ് സ്വന്തം എക്സ്പീരിയൻസ്? കുറച്ച് കഷ്ടപ്പെടണം, മാർക്ക് മേടിക്കാൻ നന്നായിട്ട് കഷ്ടപ്പെടണം. എന്തായാലും ഒരു ഗോൾ ഉണ്ടെങ്കിൽ എന്തായാലും അതിലെത്തും. കുറച്ച് കഷ്ടപ്പെട്ട എന്തായാലും നല്ല മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാവരും ബേസിക്കലി ഇത്രയുള്ളൂ പറയാൻ. പണിയെടുക്കാണ്ട് പരിപാടി നടക്കാൻ പോകുന്നില്ല. അപ്പം എല്ലാം നമ്മൾ പറയുന്ന കാര്യം തന്നെ, എല്ലാ ക്ലാസ്സിൽ പറയുന്ന കാര്യം തന്നെ. കുറെ വിചാരിക്കുന്ന എന്തോ ട്രിക്ക് ഉണ്ടാവും, എന്തോ മാജിക് ട്രിക്ക് ഉണ്ടാവും, എക്സാമിനറിൽ ജോയിൻ ചെയ്താൽ പെട്ടെന്ന് നമ്മുടെ ഫുൾ മാർക്ക് കിട്ടും. അങ്ങനെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എവിടെ ജോയിൻ ചെയ്താലും, എക്സാമിനറിൽ ജോയിൻ ചെയ്താലും, ആരുടെ ക്ലാസ് കണ്ടാലും നിങ്ങൾ ഇതുപോലെ ഇപ്പോൾ നോട്ടൊക്കെ ഉണ്ടാക്കി നിങ്ങൾ സ്വന്തം റിവൈസ് ചെയ്യാണ്ട്, പിന്നെ അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്യാണ്ട് ഒരിക്കലും നിങ്ങൾക്ക് നല്ലൊരു മാർക്കിൽ എത്താൻ പറ്റില്ല. അത് ആര് പഠിപ്പിച്ചാൽ ശരിയല്ലേ? ഇപ്പം ഞാൻ മാത്രം വെറുതെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഒരിക്കലും ജെന്നിഫറിന് ഫുൾ മാർക്കൊന്നും കിട്ടാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അതാണ് ഏറ്റവും കീ. ഇനി ജെന്നിഫറിന് ഇനി അങ്ങോട്ട് പറയാനുള്ളത്, +1 ഇത്ര മാർക്കൊക്കെ മേടിച്ചു. അപ്പൊ ഈ ടോപ്പർ ആയ ജെന്നിഫർ +2 കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻ? +2 കഴിഞ്ഞ് എനിക്ക് BSc സൈക്കോളജി എടുത്ത് കേരളത്തിന് പുറത്തു പോയിട്ട് പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അതിന് നോക്കുന്നുണ്ട്, സൈഡിൽ ചെറുതായിട്ട് നോക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൈക്കോളജി എടുത്ത് അത് കഴിഞ്ഞിട്ട് എനിക്ക് UG PG ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ത്യയുടെ പുറത്തു പോയിട്ട് PhD അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നാണ് ഓക്കെ, നല്ല അംബിഷ്യസ് ആണ്. ശരി. അപ്പൊ ജെന്നിഫർ ഏതൊക്കെ കോളേജൊക്കെ നോക്കിയിട്ടുണ്ട് അല്ലേ? ഞാൻ ക്രൈസ്റ്റ് കോളേജ് നോക്കിയിട്ടുണ്ട്, പിന്നെ സാർ പഠിച്ച സെന്റ് സ്റ്റീഫൻസ്, അങ്ങനെ കുറച്ച് കോളേജ്, പിന്നെ ചെന്നൈയിലെ സ്റ്റെല്ല മേരീസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കോളേജസ് ഒക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒറ്റ ചോദ്യം കൂടെ, എക്സാമിനറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താ? എക്സാമിനറെ പറ്റി എക്സാമിനർ ടീച്ചേഴ്സിന്റെ ഈ പവർ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഈ ഇടയ്ക്ക് നമുക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചില ലൈവായിട്ട് ചില കാര്യങ്ങളൊക്കെ കാണിച്ചു തരുമല്ലോ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാണിച്ചു തരും, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ എനർജി ഒക്കെ തന്നെയാണ് ഭയങ്കര ഇഷ്ടം. അതാണ് നമ്മൾ പഠിക്കാൻ കുറച്ചും കൂടി ഒരു ഇത് തരുന്നത്. അപ്പം ജെന്നിഫറിന്റെ മദർ അമ്മ ഇവിടെയുണ്ട്. മാമിന് ജസ്റ്റ് 2 വാക്ക്, എന്താണ് എക്സാമിനറിന്റെ റോൾ, അല്ലെ എക്സാമിനറെ പറ്റി എന്താണ് മാം മനസ്സിലാക്കിയിരിക്കുന്നത് ജെന്നിഫർ പഠിച്ചു വെച്ചിട്ട്? എക്സാമിനർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു മോളെ. ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എങ്ങനെയാ ഇത് പഠിച്ചു തീർക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. പിന്നെ അപ്പോഴാണ് എക്സാമിനറിൻ്റെ അഗ്നി റീലോഡഡ് ബാച്ച് തുടങ്ങുന്നതെന്ന് കേട്ടത്. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അതിൻ്റെ ആ ഒരു ഇത് വന്നപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി. എന്നാൽ പിന്നെ അതിനകത്ത് ചേർന്ന് കളയാം, അങ്ങനെയാണ് ചേർന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് കുറച്ച് എല്ലാം വളരെ ഈസിയായി. ക്ലാസ്സൊക്കെ കേട്ട് ആ ഒരു എനർജിയോടെ പഠിപ്പിക്കുന്ന, അപ്പോൾ ആ പഠിക്കാൻ തന്നെ ഒരു എനർജി ഉണ്ടായി. ആ എനർജിയാണ് എന്താ യൂട്യൂബിൽ നിന്ന് കിട്ടിയ എനർജിയാണ്. ശരിക്കും പഠിക്കാൻ നല്ല എനർജി ഉണ്ടായി. പിന്നെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് പഠിച്ചു. എന്തായാലും ദൈവാനുഗ്രഹത്താൽ നല്ല റിസൾട്ട് കിട്ടി. ഒരുപാട് നന്ദിയുണ്ട് എക്സാമിനറിനോട്, ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു എന്താണ് സീക്രട്ട് എന്നൊക്കെ അല്ലേ? അപ്പോൾ ജെന്നിഫറിന്റെ ഫാമിലിയുടെ സപ്പോർട്ടോടെ കഷ്ടപ്പെട്ട് പഠിച്ചു, നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി. ഇങ്ങനത്തെ സിമ്പിൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ തന്നെ മനസ്സിലാവും എന്താണ് ഫുൾ മാർക്ക് അല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ജേർണി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ടിപ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ യൂസ്ഫുൾ ആക്കുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഓക്കെ.